കരഞ്ഞു കരഞ്ഞു കണ്ണുനീര് പറ്റി ആ കണ്ണുനീര് ചോരയായി. ഇനി ആ ചോര കൊണ്ട് കണ്ണെഴുതി അയാൾ കൊടുക്കലത്തെ ആ ആട്ടം കൂടി ആടി തീർക്കണം. ഇന്നലകളുടെ വിജയങ്ങളിൽ ആടിത്തിമർക്കുന്നവർക്ക് ടീമിൽ സ്ഥാനമില്ല എന്ന് ഒരു ജനതയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ആ മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതിനർത്ഥം ലയണൽ സ്കലോണി ലുസേലിലെ ആ രാത്രി കൊണ്ട് ഒന്നും അവസാനിപ്പിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. അമേരിക്കയിലേക്ക് അയാൾ തന്റെ പിള്ളേരെയും കൂട്ടിയിറങ്ങുന്നത് 3-ാം നക്ഷത്രത്തിന്റെ പെരുമയിൽ വെറുതെ ആടിത്തിമറക്കാൻ മാത്രമല്ല. 4-മതൊരു നക്ഷത്രം ആ ബേഡ്ജിന് മേലെ തുന്നിച്ചേർക്കാൻ ലയണൽ സ്കലോണി മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിൽ അതിനി എതിർത്തു നിൽക്കാൻ വന്നതാരാണെങ്കിലും നിങ്ങൾ തോറ്റുപോകുമെന്നതിന് അയാളുടെ ചിത്രമാണ്, അയാളുടെ ദൃഷ്ടാന്തമാണ് സാക്ഷി. അമേരിക്കയുടെ പുൽമൈതാനങ്ങളിലെ മിടുക്കും കുതിപ്പും കിതപ്പും അയാളുടെ കൈവെള്ളയിലെ വരകൾ പോലെ വ്യക്തമാണ്. പാരീസ് വിടാൻ ഒരുങ്ങിയപ്പോൾ മോഹബലിയിട്ട് വിളിച്ച സൗദിയെ അയാൾ മടക്കിയതും ഇതുകൊണ്ടൊക്കെ കൂടിയാണ്. അതിനാൽ തന്റെ മിഴികൾക്ക് സുപരിചിതമായ പുൽമൈതാനങ്ങളിൽ ഒരു മനുഷ്യന്റെ അസാധാരണമായ ജീവന്റെ അവസാന ഊർജവും കൈമുതലാക്കി. എന്നോ തളർത്തിക്കളയുമായിരുന്ന പരിക്കുകളെ വെട്ടിയൊഴിഞ്ഞ് ഒടുക്കം എനിക്കായി നിങ്ങൾ കണ്ണും കാതും അവസാനമായി ഒരു വട്ടം കൂടി കൂർപ്പിച്ച് വെച്ചേക്കുക എന്നയാൾ നമ്മളോട് ആഹ്വാനം ചെയ്യുമ്പോൾ അമേരിക്കൻ പുൽമൈതാനങ്ങളിൽ ആ മഹാമാന്ത്രികൻ നമുക്കായി എന്തോ കരുതി വെച്ചു കാണില്ലേ? മണ്ണടിഞ്ഞെന്നു കരുതിയ ഒരു ജനതയുടെ കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവശ്വാസവും പേറി ക്രൂരമായ കുരിശേഷത്തിന്റെ ദുഃഖവെള്ളിയും കടന്ന് വന്നവനാണവൻ. നിണമൊഴുകി പടർന്ന പാതയോരങ്ങളിൽ ഹൃദയമിടിപ്പ് നിലച്ചിട്ടും എവിടുന്നൊക്കെയോ എങ്ങനെയൊക്കെയോ സംഭരിച്ച ഊർജത്തിന്റെ സംഹാരവേഗത്തിൽ കല്ലറകൾ വെട്ടിപ്പൊളിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് വന്ന ഇതിഹാസമാണവൻ. ഖത്തറിലെ പുൽമൈതാനത്ത് എല്ലാത്തിനുമൊടുക്കം സ്വപ്ന സമാനമായ ഒരു കുതിപ്പ് സൗദി അറേബ്യയുടെ മുമ്പിൽ കാലിടറി വീണപ്പോൾ ലോകം അയാളെ എഴുതിത്തള്ളി. പക്ഷേ അന്ന് ഹൃദയം നുറുങ്ങിയ ആരാധകരോട് എന്റെ ഇടംകാലിലേക്കുള്ള തുടിപ്പ് അവസാനിപ്പിക്കുന്നത് വരെ നിങ്ങൾ കണ്ണടയാതെ കണ്ടിരിക്കണം, ഞങ്ങൾ നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്ന് ഞങ്ങൾക്ക് വാക്ക് നൽകിയ തന്റെ ജനതയുടെ പ്രവാചകൻ. 36 വർഷത്തെ കൂരിരട്ടിൽ നിന്ന് അയാൾ കൊളുത്തിയ ചിരാതിലെ ദീപശിഖയിലേക്ക് തന്റെ ജനതയെ എടുത്തുയർത്തുന്നത് വരെ അവർക്ക് നൽകിയ വാക്കിനയാൾ കാവൽ നിന്നത് തന്റെ ഇടംകാൽ കൊണ്ട് കോട്ട കെട്ടിയാണ്. ഇടറാത്ത ചങ്കുറപ്പ് കൊണ്ട് പരിചയായി നിന്നാണ്. പ്രായം ചിലപ്പോൾ ആ കാലുകളുടെ വേഗത്തെ കവർന്നെടുത്തിരിക്കാം. പക്ഷേ കണക്കുകൂട്ടലുകളിലെ കണിശതയും മിന്നൽ വേഗത്തിൽ അയാൾക്ക് മാത്രം തെളിയുന്ന ഒരു റൂട്ട് മാപ്പും തളരാത്ത ഇടംകാലും പതറാത്ത ഇടനെഞ്ചും അയാൾ ഇന്നും ലോകത്തിനു മുന്നിൽ മൂർച്ച കൂട്ടി രാഗ്യമിനുക്കി കൊണ്ടേയിരിക്കുന്നു. എല്ലാത്തിനുമുപരി അയാൾ ഒറ്റക്കല. ഇടവും വല്ലവും മുന്നിലും പിന്നിലും സായാഹ്നത്തിലെ ഒറ്റവിളിക്ക് കാതോർത്ത് ആ നായകന് വേണ്ടി മരണക്കിണറ്റിലേക്കും എടുത്തു ചാടാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കൂട്ടം പോരാളികൾ. വലകാക്കാൻ വൻമതിലായി എമിയും മൈതാനമധ്യത്തിൽ സർവവും മരിച്ചു കളയാൻ എൻസോയും മാക്കലിസ്റ്ററും ഡീപ്പോളും, മുന്നേറ്റത്തിൽ തീമഴ പെയ്യിക്കാൻ അൽവാർസും ലൗത്തറോയും, പ്രതിരോധ കോട്ടകാക്കാൻ ക്രിസ്ത്യൻ റൊമേറോയും. അങ്ങനെ അയാൾക്കായി ചോര ചീന്താൻ മടിയില്ലാത്ത ഒരു പറ്റം അനുചരന്മാരും യാതൊരു മാറ്റങ്ങളുമില്ലാതെ പട നയിക്കാൻ വഴി നിൽക്കുന്നു. മെസ്സി വെറും ഒരു വിശ്വ ഫുട്ബോളർ മാത്രമാണോ? അല്ല എന്ന് തന്നെയാണ് ഉത്തരം. മെസ്സി നമ്മെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. ഒരുപാട് യാതനകൾ നിറഞ്ഞ ചെറുപ്പക്കാലം, അസുഖമെല്ലാം നമ്മൾക്കറിയാം. അതിനുശേഷം ലോകത്തെ മികച്ച ക്ലബ്ബുകളിലൊന്നിൽ മികച്ച കളിക്കാരനായി മാറി ഫുട്ബോൾ ലോകത്തിലെ രാജാവായതും നമുക്കറിയാം. പക്ഷെ മെസ്സി നേരിട്ട വെല്ലുവിളികളെ, തോൽവികളെ, പ്രതിസന്ധികളെ, വിമർശനങ്ങളെ നിങ്ങൾക്കറിയാമോ? എല്ലാം നേടിയിട്ടും ഒന്നും നേടാത്തവനെ പോലെ നിൽക്കേണ്ടി വന്ന ലിയോയെ അറിയാമോ? 2014 വേൾഡ് കപ്പിലെ ആ ഫൈനൽ തോൽവി, തുടർച്ചയായ കോപ്പ അമേരിക്കയിലെ തോൽവികൾ അയാളെ വല്ലാതെ ഉലച്ചിരുന്നു. അതിനേക്കാൾ ഉപരി മാധ്യമങ്ങളിൽ നിന്നേറ്റ പ്രഹരങ്ങൾ. ലോകത്ത് മെസ്സിയെ എതിർക്കുന്നവരെല്ലാം ഒരേ സ്വരത്തിൽ അയാളെ കളിയാക്കി. വെറുമൊരു ക്ലബ്ബ് പ്രൊഡക്റ്റ് മാത്രമാണ് ലിയോ എന്നവർ വാദിച്ചു. തനിക്ക് അർജന്റീനയ്ക്ക് വേണ്ടി ഒരു കപ്പ് പോലും നേടാൻ കഴിയില്ലെന്ന് പതിയെ അയാളും മനസ്സിലാക്കി. 2016 തന്റെ വിരമിക്കൽ പ്രഖ്യാപനം അയാൾ നടത്തുകയാണ്. വീണ്ടും വലിയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും അദ്ദേഹം വിധേയനാക്കപ്പെട്ടു. ജീവിതത്തിൽ എല്ലാം നേടിയിട്ടും മികച്ച കളിക്കാരനായിട്ട് കൂടി മാധ്യമങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. ജീവിതത്തിൽ വീണുപോയവരുടെ കൂടെ ലിയോ എന്ന പേരും അവർ എഴുതിച്ചേർത്തു. ആ തോൽവിയുടെ പടുകുഴിയിൽ നിന്നും ഒരു ഫിനിസ് പക്ഷിയെ പോലെ ലിയോ ഉയർന്നു വരുമെന്നും
അദ്ദേഹത്തെ സ്നേഹിക്കുന്ന, ഫുട്ബോളിനെ സ്നേഹിക്കുന്ന കോടാനുകോടി ജനങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പിന്നീട് നമ്മൾ കണ്ടത് സ്കളോണി നിറച്ച പോസിറ്റീവ് എനർജിയുള്ള പുതിയൊരു മെസ്സിയായിരുന്നു. കൂടെ മെസ്സിക്ക് വേണ്ടി ചാവാൻ തയ്യാറായ പടയാളികളും ചേർന്നപ്പോൾ 3 കിരീടങ്ങൾ നേടി. എന്നിട്ടും നിങ്ങൾ ലോകകപ്പിന്റെ പേരിൽ അദ്ദേഹത്തെ കളിയാക്കി. ഇതാണ് അവസാന ചാൻസ് എന്നും പറഞ്ഞ് അപ്രാപ്യമെന്ന് വീണ്ടും വീണ്ടും ഊട്ടിയുറപ്പിച്ചു. സൗദിക്കെതിരെ തോറ്റപ്പോൾ നിങ്ങൾ ഉറപ്പിച്ചു ഗ്രൂപ്പ് ഘട്ടത്തിനപ്പുറം ഈ ടീം എത്തില്ലെന്ന്. ഈ വെല്ലുവിളികളും വിമർശനങ്ങളും തരണം ചെയ്ത് അവനും പടയാളികളും ഫൈനലിലെത്തി. മരണം വരെ പോരാടാനുറച്ചൊരു പടക്ക് മുമ്പിൽ ഫ്രഞ്ച് പട നിഷ്പ്രഭമായി. തുടരെ 2 ഗോൾ വല തുളച്ചു. അർജന്റീന ജയമുറപ്പിച്ചു. ദൈവപുത്രത്തിനുമേൽ ദൈവം അനുഗ്രഹത്താൽ പെയ്തിറങ്ങി. ഈയൊരു അനായാസ വിജയം അയാൾക്ക് ഇത്രമേൽ പരീക്ഷണം കൊടുത്തത് കൊണ്ട് ദൈവം സമ്മാനിച്ചതാകുമെന്ന് ലോകം വിശ്വസിച്ചു. ആ വിശ്വാസം ഭേദിച്ചുകൊണ്ട് നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ ഫ്രാൻസിന്റെ 2 ഗോളുകൾ. ലോകം മൊത്തം ഞെട്ടി. അയാൾ വീണ്ടും പരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ലുസേൽ സ്റ്റേഡിയത്തിൽ മെസ്സിയുടെ കണ്ണീരിനു വേണ്ടി ശത്രുക്കൾ ആക്രോശിച്ചു. മത്സരം അങ്ങനെ എക്സ്ട്രാ ടൈമിലേക്ക്. ഫ്രാൻസും എംബാപ്പയെയും ഉയർത്തെഴുന്നേറ്റ് ആഞ്ഞടിച്ചു. അർജന്റീനിയൻ പടയാളികളും തോൽക്കാൻ മനസ്സില്ലാതെ പോരാടിക്കൊണ്ടേയിരുന്നു. എല്ലാം നിസ്സാരമാക്കിയിരുന്നവൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുന്നു. വീണ്ടും മെസ്സിയുടെ ഗോൾ. അർജന്റീന കപ്പിലേക്ക്. ലോകമെമ്പാടും ആഘോഷങ്ങൾ അണപ്പൊട്ടിയൊഴുകി. ഇനി ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞാൽ മെസ്സി ഇതാ ലോക ചാമ്പ്യൻ എന്ന് ഉറപ്പിച്ചു. ഇത്തവണ വീണ്ടും നിർഭാഗ്യം വില്ലനായി ആക്സിഡന്റൽ ഹാൻഡ്ബോൾ റഫറി പെനാൽറ്റി അനുവദിക്കുന്നു. സ്കോർ ബോർഡിൽ 3-3. ആ സമയം മെസ്സി എന്താകും ചിന്തിച്ചു കാണുക? അതെ, ഞാനൊരു ദുരന്ത നായകൻ തന്നെയാണ്. തന്നെ കൊണ്ടാവുന്ന വിധം പോരാടിയിട്ടും വീണു പോയവരുടെ കൂടെ പേരെഴുതി ചേർക്കപ്പെടേണ്ടവൻ. അയാളുടെ കണ്ണുനീർ ഏറ്റുവാങ്ങാനായി ലുസേൽ സ്റ്റേഡിയം ഒരുങ്ങിക്കൊണ്ടേയിരുന്നു. പക്ഷേ പെനാൽറ്റിയിൽ എമി രക്ഷകനായി അവതരിച്ചു. ഒരു ജനതയുടെ സ്വപ്നം അയാൾ ചുമലിലേറ്റി. അർജന്റീന ലോക ചാമ്പ്യന്മാരായി. മെസ്സി ആ ലോകകപ്പിൽ മുത്തമിട്ടു. ആരാധകർ ധന്യരായി. അത്രമേൽ സ്നേഹിക്കപ്പെടുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും അയാളെ ദൈവം പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. അന്നും അനായാസ വിജയത്തിൽ നിന്നും അവസാനം വരെയും പോരടിച്ചു. തോറ്റുകൊടുക്കാൻ മനസ്സില്ലാതെ മെസ്സിയും പോരാടി. ഒടുവിൽ അർഹിച്ച ആ വിജയം കൈവരിച്ചു. മെസ്സി നമ്മെ പഠിപ്പിക്കുന്ന പാഠം ഇത് തന്നെയാണ്. തോൽവിയിൽ നിന്ന് പിന്തിരിയാതെ വീണ്ടും വീണ്ടും പോരാടുക. പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലും തളരാതെ അവസാനം വരെയും പോരാടുക. തോറ്റുപോയവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉണ്ടാകില്ല. അവസാന വിജയം നിങ്ങളായി.